ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയതിനു ശേഷമാണ് ലാലേട്ടൻ പോകുന്നത്. അടുത്ത ആഴ്ച എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക? പ്രധാനമായിട്ടും ആദിലയും ഷാനവാസും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് ബ്രേക്കാവും. ആദിലയും നൂറയും ഷാനവാസുമായിട്ട് അടിച്ചു പിരിയും. അത് അടുത്ത ആഴ്ചയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. കാര്യം ഇന്നലെ തന്നെ ഷാനവാസിനെ പറ്റിയും ഷാനവാസിൻ്റെ അവിടുത്തെ ഗെയിമിനെ പറ്റിയൊക്കെ ആദിലയും നൂറയും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെന്തായാലും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ആഴ്ച നടക്കാൻ പോസിബിലിറ്റിയുള്ള, ഇത് നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യമല്ല, ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അടുത്ത ആഴ്ച ഒരു പക്ഷേ ഒരു മിഡ് വീക്ക് എവിക്ഷനോ അല്ലെങ്കിൽ ഒരു സീക്രട്ട് റൂം പരിപാടിയോ ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അതായത് ഒരാൾ അവിടെ എന്തെങ്കിലും വയ്യ എന്ന് പറഞ്ഞ് പുറത്താവുകയും എന്നാൽ അയാൾ പുറത്താവാതെ അവിടെ സീക്രട്ട് റൂമിൽ ഇരുത്തിയതിനു ശേഷം മറ്റുള്ള ആൾക്കാരെ നിരീക്ഷിക്കുന്ന ഒരു പരിപാടി കൊണ്ടുവരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. കാര്യം ഇനി ബിഗ് ബോസ് തീരാറായില്ല. അപ്പോൾ അവസാനത്തെ ആഴ്ച എത്തുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യമായിട്ട് തന്നെ കണക്കാക്കാം. പിന്നെ വരുന്ന ആഴ്ചകളിൽ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ടാസ്ക് നടക്കാനും പോസിബിലിറ്റി ഉണ്ട്. അതുകൂടാതെ അവിടെ ഷാനവാസ് ഒരു മണ്ടനാണെന്നും ഷാനവാസിന് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ഇമേജ് ആണെന്നും ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞോടുകൂടി അവിടെയുള്ള മിക്കവാറും ആളുകൾക്കെല്ലാം മനസ്സിലായി കാണും. ഇപ്പോൾ ഷാനവാസിൻ്റെ ആ ഷോ ഒന്ന് കുറയ്ക്കാനും മറ്റുള്ള ആൾക്കാരോട് അനാവശ്യമായ രീതിയിൽ തട്ടിക്കയറുന്ന ഷാനവാസിൻ്റെ ആ ഒരു പരിപാടി ഈ ആഴ്ച എന്തായാലും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീക്ക്ലി ടാസ്കുകൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ 11ാമത്തെ ആഴ്ച ആയതുകൊണ്ട് തന്നെ വലുതായിട്ടുള്ള ഫിസിക്കൽ ടാസ്ക് ഒന്നും കാണത്തില്ല. സാധാരണ രീതിയിലുള്ള ടാസ്കുകളൊക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കും. നോർമൽ ടാസ്കുകളായിരിക്കും. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ക്യാരക്ടർ മാറുന്ന ടാസ്ക് ആയിരിക്കും. അതായത് 10 പേരുണ്ട്. അപ്പോൾ ഈ 10 പേരിൽ ഓരോ ആൾക്കാർ മാറി മാറി ക്യാരക്ടർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അനുമോൾ ഷാനവാസായി മാറണം, ഷാനവാസ് അക്ബറായിട്ട് മാറണം, അക്ബർ നെവിനായിട്ട് മാറണം, ആര്യൻ ലക്ഷ്മിയായിട്ട് മാറണം. അങ്ങനെ നമ്മുടെ സീസൺ 6 നമ്മുടെ നൂറ ആയിട്ട് അർജുനൊക്കെ മാറിയതുപോലെ നമ്മുടെ റിയാസ് ലക്ഷ്മിയായിട്ട് മാറിയതുപോലെയുള്ള ടാസ്കുകളാണ് വരാൻ പോകുന്നത്. എന്തായാലും രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ടാസ്കുകളുണ്ട്. പിന്നെ കോൾ റൂം കസ്റ്റമറിനെ വിളിക്കുന്ന കോൾ ടാസ്ക് ഉണ്ട്, ഫോൺ കോൾ ടാസ്ക് ഉണ്ട്. വിളിച്ചിട്ട് കുറ്റം പറഞ്ഞ് അവരെ കൊണ്ട് ഫോൺ വെപ്പിക്കുക എന്ന് പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയ ടാസ്ക് ഉണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ടാസ്കുകളെല്ലാം ഇനി ക്ലാസിക്കൽ ടാസ്കുകളെല്ലാം വരാതിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വരുന്ന ആഴ്ചകൾ, ഇനിയുള്ള 4 ആഴ്ചകൾ സംഭവ ബഹുലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.